കൗതുകകരമായ ഒരു വാർത്തയുണ്ടോ? കേൾക്കുമ്പോൾ കൗതുകരമാണെങ്കിലും സാമൂഹ്യപരമായി പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനൊരു സുഹൃത്തും കൂടിയാണ് അവിടെ ഈ പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിക്കുമ്പോൾ പറഞ്ഞപ്പോൾ ഗ്രേവി ഞങ്ങൾ നൽകാറില്ലെന്ന്. അടുത്ത ദിവസം ഞാൻ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഒരു പരാതി കൊടുത്തു. താലൂക്ക് സപ്ലൈ ഓഫീസർ വന്ന് ഇത് അന്വേഷിച്ചപ്പോഴും അവരോടും ഇത് തന്നെയാണ് പറഞ്ഞത്. തുടർന്ന് ഞാൻ ഡിസ്ട്രിക്ട് കമ്മീഷനിൽ പോയി. അപ്പോൾ ഡിസ്ട്രിക്ട് കമ്മീഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റ് ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളി. സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോ ആയിട്ടുള്ള ഒരു കൺസ്യൂമറെ സഹായിക്കാനുള്ള ഒരു സമീപനം ഈ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു വിമർശനമാണ് ആ വിധിയിൽ പറഞ്ഞത്. മാത്രമല്ല ഈ ആക്ട് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഉള്ള അതിന്റെ പ്രൊസീജിയേഴ്സ് ഒന്നും അത് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ, ചെറിയ വരുമാനമുള്ള തൊഴിലാളികൾ, അങ്ങനെ ആയിരം ആൾക്കാർ ഈ ഗ്രേവി മാത്രം കഴിച്ച്, ഗ്രേവിയും ഒരു പൊറോട്ടയും മാത്രം കഴിച്ച് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് നമ്മൾ അറിഞ്ഞത്. അത് വലിയൊരു സാമൂഹികമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കേരളത്തിലെ ഗവൺമെന്റ് ഇതിന് വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എറണാകുളം സ്വദേശിയായ ഷിബു എസ് വയലകത്തും സുഹൃത്തും ഒരു ദിവസം ഹോട്ടലിൽ പോയി പൊറോട്ടയും ബീഫും വാങ്ങിക്കഴിച്ചു. അപ്പോൾ ഗ്രേവി ചോദിച്ചു. ഗ്രേവി ഇല്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ പോളിസി അല്ല എന്ന് പറഞ്ഞു. അതെന്താണ് ഹോട്ടലുകാർ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024 ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ട എന്തെങ്കിലും അതുപോലെയുള്ള ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ ആ കഴിക്കുന്നതിൻ്റെ ഒപ്പം ഗ്രേവി നൽകണമെന്നില്ല. അതൊരു വലിയ ചതിയാണല്ലേ. ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണം എല്ലാവർക്കും ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ സാമ്പാറും ചമ്മന്തിയൊക്കെ കിട്ടുമല്ലോ എന്ന്. പൊറോട്ടയുടെ ഒപ്പം ബീഫ് മേടിക്കുമ്പോൾ ബീഫിൻ്റെ ചാറ് തന്നെ വേണമല്ലോ. അല്ലെങ്കിൽ ബീഫ് എടുത്ത് പൊറോട്ടയിലേക്ക് വയ്ക്കുമ്പോൾ സാമ്പാർ എടുത്ത് അതിന് മുകളിൽ ഒഴിച്ച് ആരും കഴിക്കാറില്ല. നമ്മൾ പറയില്ലേ, ചടങ്ങ്. ഫ്രീ കൊടുക്കുന്ന സാധനം ഇല്ലയെന്ന് പറയും ചിലപ്പോൾ, ഈ പൈസ കൂടുതലുള്ള സാധനം മേടിച്ച് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഷിബു എസ് വയലത്തെന്ന അദ്ദേഹം ഹോട്ടലിൽ നിന്ന് ഗ്രേവി കിട്ടാത്തതിനെ തുടർന്ന് പിറ്റേ ദിവസം തന്നെ പരാതി കൊടുത്തു. അവിടെ ചെന്നപ്പോൾ അത് തള്ളിപ്പോയി. പിന്നീട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഓരോ വകുപ്പുകളിലേക്കും പരാതി കൊടുത്തു. അവിടെ നിന്നെല്ലാം അത് തള്ളിപ്പോയി. അവസാനം സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കോടതിയിൽ ചെന്നപ്പോഴാണ് ഇതിൻ്റെ വിശദമായ ആ ഒരു പരിശോധന നടന്നത്. അങ്ങനെ വിധി വന്നു. ഇനിയിപ്പോൾ ഹോട്ടലുകാർക്ക് ഗ്രേവി തരില്ല എന്ന് പറയാൻ കഴിയില്ല. ഗ്രേവി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവി കൊടുക്കണം. ഇദ്ദേഹം നടത്തിയെടുത്ത കാര്യം അതൊരു വലിയ കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പാവപ്പെട്ടവർക്ക് നല്ല ഭക്ഷണം കഴിക്കണം. ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ തൊഴിലാളികൾ, കൂലിപ്പണി ചെയ്യുന്നവർ, പഠിക്കുന്ന കുട്ടികൾ, ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും രാവിലെ വീടുകളിൽ നിന്ന് അതിരാവിലെ ഇറങ്ങിപ്പോരുന്ന കുട്ടികളുണ്ട്. അവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കാതെ വരുന്നവരായിരിക്കും. ചിലപ്പം ഹോട്ടലിൽ നിന്ന് വല്ലതും കഴിക്കാം എന്നൊക്കെ കരുതി വരുന്ന കുട്ടികളുണ്ട്. എനിക്ക് പോകുന്നവർ അവരെല്ലാം ചിലപ്പോൾ വീടുകളിൽ ഉണ്ടാക്കി കഴിക്കാനുള്ള വക ഉള്ളവരായിരിക്കണം എന്നില്ല. അതിനുള്ള സാമ്പത്തികമില്ലാത്തവരുണ്ടാവും. ഇപ്പോൾ കടയിൽ നിന്നാണെങ്കിൽ 10-12 രൂപ കൊടുത്താൽ 1-2 കടി എന്തെങ്കിലും കഴിക്കാം, അതിൻ്റെ കൂടെ ഇച്ചിരി ചാറും കൂട്ടി കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഹോട്ടലുകളിലേക്ക് കയറി ചെല്ലുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഹോട്ടലുകാർ ഉദ്ദേശിക്കുന്ന പോലെ ഭക്ഷണം മേടിച്ച് കഴിക്കാനുള്ള സാമ്പത്തികം ഉള്ളവരായിരിക്കണം എന്നില്ലല്ലോ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുന്നവർ. നീണ്ട 2 വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് നേടിയെടുത്തത് ഷിബു എസ് എന്ന അദ്ദേഹം. അത് അദ്ദേഹത്തിന് ഏറെ പ്രശംസനീയം തന്നെയാണ്. കാരണം അദ്ദേഹം പൊതുസമൂഹത്തെ പരിഗണിച്ചു. എന്നും കയ്യിൽ നിന്ന് ഭാരിച്ച തുക കൊടുത്തവർക്ക് ഒത്തിരി വിലപിടിപ്പുള്ള നല്ല ഭക്ഷണം കഴിക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ 1-2 കടികൾ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ചാറയാണ് ഏക ആശ്വാസം, ഇടക്കാലാശ്വാസം നമ്മൾ പറയും പോലെ. എനിക്ക് ഒരു അനുഭവമുണ്ട്. ഞങ്ങൾ ഉണ്ടക്കൈ എന്ന സ്ഥലത്തൂടെ പലതവണ യാത്ര പോകാറുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. നല്ല വിലയാവുകയും ചെയ്യും ബില്ലൊക്കെ. എന്നിട്ട് പോലും ഒരു ദിവസം ഗ്രേവി ഇല്ലേ എന്ന് ചോദിച്ചു. ഗ്രേവി തന്നില്ല അവർ. ഡ്രൈ ഫ്രൂട്ട് അദ്ദേഹം പറഞ്ഞ പോലെ നോൺ വെജാണ് കഴിച്ചത്. അപ്പോൾ ഗ്രേവി ഇല്ലേന്ന് ചോദിച്ചപ്പോൾ സപ്ലയർ ചോദിക്കുന്നത് എന്ത് ഗ്രേവി അന്ന് വെച്ചാൽ എന്താ, അങ്ങനെ ഒരു കളിയാക്കും പോലെ. അതിൽ പിന്നെ ഒരിക്കലും ഞങ്ങൾ ആ ഹോട്ടലിൽ കയറിയിട്ടില്ല. ഞങ്ങൾ ആ ഹോട്ടലിൽ കയറാൻ തന്നെ കാരണം അവിടെ തിരക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കയറിയത്. പിന്നെയാണ് മനസ്സിലായത് ഇവരുടെ ഇങ്ങനത്തെ പെരുമാറ്റം കൊണ്ടായിരിക്കാം ഒരു മനുഷ്യനും അവിടെ കയറാത്തതെന്ന്. ഷിബു എസ് എന്ന
ഇദ്ദേഹം അഭിഭാഷകനാണ്, ഉപഭോക്തൃ സംരക്ഷണ കോടതിയിൽ ജീവനക്കാരനായിരുന്നു.